ചോദിച്ചിട്ട് വന്നാലോ? നിനക്കൊക്കെ ഇന്നത്തേക്കുള്ളതായില്ലേ? പോയിക്കിടന്ന് ഉറങ്ങിക്കൂടെ? ചേട്ടാ ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതേ. പോടാം. അങ്ങരുടെ ഭാര്യനെ എന്തു വേണേലും ചെയ്തോട്ടെ, അത് നിനക്കൊക്കെ എന്താ പ്രശ്നം? നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാകത്തില്ലടാ. അത് തന്നെ. ഓ എത്രയാ വില? 30 രൂപ. ശരി. നമ്മുടെ മുസ്തഫാക്കയുടെ ഡ്യൂട്ടി പേക്കടേന്നേ 3-4 അന്യ സംസ്ഥാനക്കാരെയായിരുന്നു മൊബൈൽ അടിച്ചു മാറ്റി. ഇക്ക് കൈയോടെ നോക്കി, പക്ഷെ അവന്മാരോടി ഇക്കേം പിള്ളേരും പറയാനുണ്ട് കിട്ടിയ അവന്മാർക്കൊന്ന് കോളാ. അത് എന്ത് വില? ഏത്? ഇതോ? അല്ല, അപ്പുറത്ത് നോക്കട്ടെ. ഇവനൊരു വരത്തനാന്നല്ലോ. ഇതാണെങ്കിൽ 350 രൂപ ഉള്ളൂ. കൊറിയാനാ? ബായ് നോക്ക്. അവരുടെ കൂടെയുള്ള ആളാന്നോ ഇവൻ? ഇത് അതിലും വില കുറവാ. എത്രയാ വില? 250 രൂപ. ഈ കൂട്ടത്തിലൊന്നും കണ്ടതായിട്ട് ഓർമ്മയില്ല. ഇവരെല്ലാം കള്ളമാരാ, കക്കാനുള്ള തന്ത്രങ്ങളാന്നേ. ഇത് വില കൂടുതലാ. വേണ്ട, എടുക്കു ബായ്, വില അഡ്ജസ്റ്റ് ചെയ്യാൻ. വേണ്ട. എന്നാ നോക്ക്. നീയല്ലേ എന്റെ കടയിൽ നിന്ന് മൊബൈൽ എടുത്തേ? അല്ല, നിന്റെ കൂട്ടുകാരന്മാർ എടുത്തില്ലേ? എനിക്കറിയില്ല. നിന്റെ കൂട്ടുകാരല്ലേ എടുത്തേ? അല്ല, എന്നാണാ നീ പറയുന്നേ? എനിക്കറിയില്ല. സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്നോ? വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാ. പറിച്ചോണ്ട് വന്നോളൂ ഓരോരുത്തന്മാര് കേരളത്തിലോട്ട്. കേരളം ഗൾഫാണ് പോലും. ഒറ്റൊരുത്തരെ വിശ്വസിക്കരുത്, എല്ലാം കള്ളന്മാരാ. ചേട്ടാ പോ. കുറച്ചു ദിവസമായിട്ട് വൈകിയാണല്ലോ വരുന്നത്. അത് പിന്നെ ഒരു ആശുപത്രി കേസ് ഉണ്ടായിരുന്നേ, അതുകൊണ്ടാ. ഇനി വൈകത്തില്ല, കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാം. വാക്ക് പാലിച്ചാ മതിയായിരുന്നു. ഓ, കൂളിംഗ് ഗ്ലാസ് 4-നാന്നോ? ഫോറിനൊന്നും അല്ല. ഫുട്പാത്തില് ചൈനീസ് സാധനങ്ങൾ വെക്കുന്ന സുഗുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. 150 രൂപയായി. പക്ഷെ നല്ല ലുക്കല്ലേ? പിന്നെ ഇതിനിടയ്ക്ക് പള്ളിയിലൊക്കെ പോവാൻ എങ്ങനെയാ സമയം കിട്ടുന്നേ? പള്ളിയിലോ? ഓ, പള്ളി അങ്ങനെ പള്ളി പോവാറൊന്നുമില്ല. പിന്നെ രാവിലെ ശില്പയെ കൂട്ടാൻ വരുമ്പോ തങ്കച്ചമ്പാസറുടെ വായിന്ന് കേൾക്കുന്ന സുവിശേഷം മാത്രമേ ഉള്ളൂ. ഒരു ചുവന്ന കളറിൽ ഷർട്ട് എടുക്കാൻ മേലായിരുന്നോ? ചുവപ്പോ? അതെന്നെ, ചുവപ്പ് നന്നായിട്ട് ചേരും. എടുക്കാം, ചുവപ്പ് കളർ എടുക്കാം. ബൈ. അപ്പൊ റെഡ് ഷർട്ട് ഇട്ടേച്ച് വരികയല്ലേ? ഹലോ,
ആ ചുവന്ന ഷർട്ട് ഇട്ടിട്ട് വരികയല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ആ ശരി, ഞാൻ ക്ലാസ് ചെന്നിട്ട് വിളിക്കാം. ഫാസ്റ്ററാണ് പോലും ഫാസ്റ്റർ. നീ നോട്ടം പോകുന്നില്ലേ? ഉണ്ട് പാസ്റ്റർ. ഞാൻ വിചാരിച്ചു നീ വല്ല പ്രച്ഛന്ന വേഷം എടുത്തിട്ടും പോയിരിക്കും. ഈ വന്ന നാട്ടുകാരെ കൊണ്ട് എന്റെ തന്തയ്ക്ക് വിളിപ്പിക്കും. യൂണിഫോം ഇടറാ. അത് ശരി. ഡ്രൈവറുടെ സീറ്റിന് കാക്ക ഷർട്ട് ഇടണമെന്നാണോ ഡ്രൈവർ കാക്ക ഷർട്ട് ഇടണമെന്നാണോ നിയമം? എന്റെ പൊന്ന ആംബ്രോസെ, ഒന്നാമത്തെ ഓട്ടം കുറവാ. അതിനിടയ്ക്ക് നീ ഈ കോലത്തിൽ ഓട്ടോ ഓടിക്കുകയും കൂടെ ചെയ്താ പേടിച്ച് നാട്ടുകാരനകത്തോട്ട് കയറുകൂടാ. ആരായി ഡ്രസ് മേടിച്ചേ? ഞാൻ തന്നെയാ. നീയാ? Praise the Lord. പപ്പ, ഞാൻ പോവാന്ന് കേട്ടോ. ആ ചോപ്പ് നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. താങ്ക് യു. ഒരു കലത്തിന്റെ കൂടെ കുറവുണ്ടായിരുന്നു. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് പാടത്ത് നിർത്താമായിരുന്നു. അതെ, വീട്ടിലായിരുന്ന കൊണ്ടാണോ ഷർട്ട് നല്ലതാന്ന് പറയാഞ്ഞേ? എന്നാന്ന്? അല്ല, ഷർട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഏത് ഷർട്ട്? ഈ ചുവന്ന ഷർട്ട്. ഓ അതോ, ഞാൻ പറഞ്ഞല്ലോ പാടത്ത് കൊണ്ടുപോയി കോലായിട്ട് വെക്കാൻ കൊള്ളാമെന്ന്. ഓ തമാശ. എന്നാ തമാശ? ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞ്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഇങ്ങനത്തെ ഡ്രസ് ഇടുവോ? അപ്പൊ ഇന്നലെ പറഞ്ഞതോ ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്ന്? എന്നാന്ന്? തനിക്ക് ചോപ്പ് കളർ ചേരുമെന്ന് ഞാൻ പറഞ്ഞുന്നോ? തനിക്ക് എന്നാ വട്ടാന്നോ? ഓ ഓർമ്മയില്ല അല്ലേ? ഇന്നലെ രാവിലെ ഇതുപോലെ പോകുമ്പോ എന്റെ കൂളിംഗ് ഗ്ലാസ് നന്നായിട്ടുണ്ടെന്നും ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്നും ശില്പയാ പറഞ്ഞത്. ഞാനോ? ആ. ഓ അംബ്രോസേ, ആ. അത് ഇയാളോട് അല്ലായിരുന്നു. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചതാ ബ്ലൂടൂത്ത് വഴി. ഐ എം സോറി. ഫ്രണ്ടിനോടോ? പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്നെ പൊട്ടനാക്കും അല്ലേ? ഓ തനിക്ക് ബോധമില്ലേ? ഞാൻ സംസാരിച്ച തന്നോടല്ലായിരുന്നു, എന്റെ ഒരു ഫ്രണ്ടിനോടായിരുന്നു. ചുമ്മാ ഷർട്ട് കൊള്ളാം ഗ്ലാസ് കൊള്ളാം എന്നൊക്കെ പറയാൻ എനിക്ക് വട്ടില്ല. യൂസ്ലെസ് ഫെല്ലോ. ഇതാ ബ്ലൂടൂത്ത്. ഇത് ചെവിയിൽ വെച്ച് എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഇയാള് കേട്ടത്. അല്ലാതെ തന്നോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ തന്റെ കാമുകിയൊന്നുമല്ലല്ലോ. ഓരോ വിഡ്ഢിവേഷം കിട്ടി ഇറങ്ങിക്കോളൂ. അല്ല പിന്നെ